നിങ്ങളുടെ പേരെടുത്തിട്ട് തന്നെ പരാമർശിച്ചിരുന്നത് മഞ്ജു ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി എന്നുള്ളത്. അതിലെങ്ങനെയാണ് ഒരു പ്രതികരണം? ഇന്നുവരെ പറയാത്ത കാര്യം ഇപ്പോൾ അവസാനം അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വളച്ചൊടിക്കാനുള്ള ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഞാനത് നോക്കിക്കാണുന്നത്. അങ്ങനെയാണ് അത് ഒരു ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു ചിന്തയായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നത്. ഇന്നലെ ഞാൻ നന്നായി പ്രതികരിച്ച് കഴിഞ്ഞു അതിനെക്കുറിച്ച്. ഇന്ന് നമ്മൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ സ്ഥാനാർത്ഥികളുടെയൊക്കെ അടുത്ത് പോകാനുള്ള ഒരു വ്യഗ്രതയിലാണ്. ഏറ്റവും നന്നായിട്ട് ഇന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ എത്താനാവണം. അതുപോലെ തന്നെ വോട്ട് രേഖപ്പെടുത്താനായിട്ടായാൽ നമ്മൾക്കിവിടെ ചെറിയ ആശങ്കകളുള്ളത് എല്ലാവർക്കും വോട്ട് ചെയ്യാനായിട്ടുള്ള അവകാശം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിൽ പല വോട്ടുകളും കട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ആശങ്കയുണ്ട്. എന്നാൽ പോലും ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ ഓരോ UDF സ്ഥാനാർത്ഥിയും വിജയിക്കും എന്നുള്ള ഉത്തമ വിശ്വാസം. ഈ നടിയാക്രമിച്ച കേസിലെ ഈ അപ്പീൽ പോകാൻ സർക്കാർ കത്ത് നൽകുമോ? അത് ഞാൻ ആലോചിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ വിധി എനിക്ക് 200-ലധികം പേജുണ്ടെന്ന് പറഞ്ഞു. അത് മുഴുവൻ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ വിധി എനിക്കൊന്ന് വായിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ആദ്യത്തെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് തൃപ്തയല്ല. അപ്പോൾ ആലോചിക്കുന്നുണ്ട് സമ്പൂർണ്ണ നീതി കിട്ടിയില്ല എന്ന് വേണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടതായും അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതിന് പിന്നിൽ ഗൂഢാലോചനയില്ല, തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പ്രോസിക്യൂഷനിൽ വന്ന വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഉറപ്പായിട്ടും സ്ത്രീപക്ഷത്തിന് അല്ലാതെ എനിക്ക് മറ്റൊന്ന് ചിന്തിക്കാനാവില്ല. സ്ത്രീകളോടൊപ്പം പി.ടി. തോമസ് എങ്ങനെയാണോ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളുടെ കൂടെ നിന്നത്, ആ കുട്ടിക്ക് ധൈര്യം കൊടുത്തത്, അതുപോലെ തന്നെ ഓരോ വിഷയത്തിലും, അതായത് നാളുകളിൽ ഇതുപോലെ ഒരു കാര്യം സംഭവിക്കാൻ പാടില്ല എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് ഒപ്പം നിൽക്കുന്നത് എന്നാണ് പറയാനുള്ളത്. പറഞ്ഞല്ലോ ഈ പ്രോസിക്യൂഷന്റെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉൾപ്പെടെയുള്ള വിഷയം ശരിക്കും സർക്കാർ അപ്പീൽ പോകുന്നൊക്കെയാണ് പറയുന്നത്. മാഡം പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു റെപ്രസെന്റേഷൻ കൊടുക്കുമോ? ഞാനത് ആലോചിച്ചിട്ടേ ഉള്ളൂ. നിങ്ങളുടെ പേരെടുത്തിട്ട് തന്നെ പരാമർശിച്ചിരുന്നത് മഞ്ജു ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി എന്നുള്ളത്. അതിലെങ്ങനെയാണ് ഒരു പ്രതികരണം? ഇന്നുവരെ പറയാത്ത കാര്യം ഇപ്പോൾ അവസാനം അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വളച്ചൊടിക്കാനുള്ള ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഞാനത് നോക്കിക്കാണുന്നത്. അങ്ങനെയാണ് അത് ഒരു ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു ചിന്തയായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നത്.